ഈ വർഷത്തെ ചലച്ചിത്രമേള അതിലെ ചലച്ചിത്രങ്ങളുടെ ഉള്ളടക്കത്തിലെ വൈവിധ്യം കൊണ്ട് മാത്രമല്ല വേറിട്ട് നിൽക്കുന്നത്. മേളയുടെ ലോഗോ അടക്കമുള്ള ബ്രാൻഡ് ഐഡന്റിറ്റിയിലും പുതു രാഷ്ട്രീയത്തിന്റെ തുടിപ്പുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. കലാവിദ്യാർത്ഥിയായ അശ്വന്താണ് മനുഷ്യാവസ്ഥകളുടെ ഉള്ളടരുകളെ പരിഗണിക്കുന്ന ഡിസൈൻ സങ്കല്പം ആവിഷ്കരിച്ചത്. ആഗോള രാഷ്ട്രീയത്തിന്റെ സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന ചിത്രങ്ങൾ കൊണ്ട് മാത്രമല്ല ഇത്തവണ IFFK കാലോചിതമാകുന്നത്. കേരളത്തിന്റെ രാജ്യാന്തര ചലച്ചിത്രമേള അതിന്റെ കെട്ടിലും മട്ടിലും ഉൾച്ചേർക്കലിന്റെയും മനുഷ്യാസ്തിത്വത്തിന്റെ വൈവിധ്യങ്ങളെ അംഗീകരിക്കുന്ന ഉദാര മാനവികതയുടെയും രാഷ്ട്രീയത്തെ കൂടി വഹിക്കുകയാണ്. വർഗം, വംശം, ലിംഗം, ജാതി തുടങ്ങിയ ഐഡന്റിറ്റികൾക്കുള്ളിൽ അധികാരത്തിന്റെ അടരുകൾ ഇനിയുമുണ്ടെന്നും അവിടെയും മനുഷ്യവൈവിധ്യങ്ങളെ പരിഗണിക്കേണ്ടതുണ്ടെന്നുമുള്ള സന്ദേശം ഏറ്റെടുക്കുകയാണ് ഇത്തവണത്തെ മേള അതിൻ്റെ ബ്രാൻഡിംഗ് രൂപകൽപ്പനയിലൂടെ ചെയ്യുന്നത്. വിഭാഗാന്തരികത എന്ന വാക്കുകൊണ്ട് പൂർണ്ണമായും അർത്ഥാന്തരം സാധ്യമല്ലാത്ത ഇന്റർസെക്ഷനാലിറ്റിയാണ് മേളയുടെ ലോഗോ, ഫെസ്റ്റിവൽ ഓഫീസ്, ഹാൻഡ്ബുക്ക്, എൻട്രി പാസുകൾ എന്നിവ അടക്കമുള്ളവയുടെ ഡിസൈനിൻ്റെ പ്രമേയം. ഈ വർഷത്തെ IFFKയുടെ സുപ്രധാനമായ തീമുകളിൽ ഒന്നായ ഇന്റർസെക്ഷനാലിറ്റി ആ ഫെസ്റ്റിവലിൻ്റെ മുഴുവൻ കെട്ടിലും മട്ടിലും പ്രതിഫലിപ്പിച്ചത് അശ്വന്ത് എന്ന കലാകാരൻ കൂടിയാണ്. ഇത്തവണത്തെ ഫെസ്റ്റിവലിൻ്റെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി ഡിസൈൻ ചെയ്തത് അശ്വന്താണ്. ചലച്ചിത്രം പോലെ ചലനാത്മകമാണ് മനുഷ്യാസ്തിത്വമെന്ന ചിന്തയിൽ നിന്നാണ് അശ്വന്ത് ചലച്ചിത്രമേളയുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കർക്കശമായ ഘടനകൾക്ക് പകരം ചലനാത്മകതയുടെ വർത്തുള രൂപങ്ങൾ അശ്വന്തിൻ്റെ ഡിസൈനിൽ കടന്നു വരുന്നത് അതുകൊണ്ടാണ്. ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഒരു സോഷ്യൽ പൊസിഷൻ ഇപ്പം എങ്ങനെയാണ് സോഷ്യൽ പൊസിഷൻ കാണുന്നത് വെച്ചാൽ അത് ഒട്ടും ഒരു ഘടകം മാത്രമല്ല അതിന് ശരിക്കും സ്വാധീനിച്ചിട്ടുള്ളത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ജെൻഡറിൻ്റെ കാര്യത്തിൽ ഒരു സ്ത്രീനെ എടുക്കുകയാണെങ്കിൽ ആ സ്ത്രീ എന്നുള്ള ജെൻഡറിനെ മാത്രം പരിഗണിക്കാതെ അത് ഏത് ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്ത്രീയാണ്, സവർണ ആണോ അല്ലെങ്കിൽ ദളിതിലുള്ള സ്ത്രീയാണോ, ആളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്, റിലീജിയൻ, കൺട്രി, അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രിവിലേജ് ആയിട്ടുള്ള ഒപ്രസ്ഡ് എന്നുള്ള കാറ്റഗറി ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. തൃപ്പൂണിത്തുറ RLV കോളേജിൽ അപ്ലൈഡ് ആർട്ടിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ് കണ്ണൂർ സ്വദേശിയായ അശ്വന്ത്. സ്ഥലകാലങ്ങളെ അതിവർത്തിക്കുന്ന പ്രമേയങ്ങളുമായി എത്തുന്ന സിനിമകളെ ഉൾക്കൊള്ളുന്ന ചലച്ചിത്രോത്സവത്തെ അനുയോജ്യമാം വിധം അണിയിച്ചൊരുക്കുക എന്ന ദൗത്യമാണ് അശ്വന്ത് നിർവഹിച്ചത്. പൊതുബോധ ഗൃഹാതുരതയിൽ ആഴ്ന്നുകിടക്കുന്ന രൂപകൽപ്പനാ ബോധത്തിൽ നിന്ന് ഉൾച്ചേർക്കലിൻ്റെയും നവീകരണത്തിൻ്റെയും വെളിച്ചത്തിലേക്ക് അനായാസേനയുള്ള ഒഴുക്കിൻ്റെ പ്രതീകം കൂടിയാവുകയാണ് ഈ വർഷത്തെ ചലച്ചിത്രമേളയുടെ ബ്രാൻഡ് ഐഡന്റിറ്റി ഡിസൈൻ. ക്യാമറ പേഴ്സൺ ജ്യോതിഷിനൊപ്പം അഗസ്റ്റിൻ സെബാസ്റ്റ്യൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.